ഞാൻ ഐശ്വര്യയിൽ നിന്ന് തന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങുകയാണ്. ഐശ്വര്യ, ഇവിടെ വന്നപ്പോൾ ഇതായി കാണുന്നത് ഈ ഒരു പാലമാണ്. ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ 38 വർഷമായി CPM-ൻ്റെ പ്രതിനിധികളാണ് മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് പോകുന്നത് അല്ലേ. ഈ അകത്തേത്തറയിലെ നടക്കാവ് പാലം, അതിൻ്റെ ഒരു ദയനീയ അവസ്ഥ കാണുമ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ പലരും അക്കാര്യം എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം കഴിഞ്ഞ 10 വർഷം വലിയ വികസനങ്ങൾക്ക് നിങ്ങൾ നാന്ദി കുറിച്ചു, വികസനങ്ങൾ നടപ്പിലാക്കി എന്നൊക്കെയാണ് ഇടതുമുന്നണി അവകാശപ്പെടുന്നത് അല്ലേ. ഇപ്പോൾ നോക്കൂ, പാറശാലയിൽ നിന്ന് ഞങ്ങൾ സഞ്ചരിച്ച് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഈ ദേശീയപാതയ്ക്ക് ഇരുവശവും വലിയ വലിയ ഫ്ലക്സുകളല്ല ബിൽ ബോർഡുകളാണ്. അതിലെല്ലാം വികസനം നടപ്പിലാക്കി എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ എന്തുകൊണ്ട് മലമ്പുഴ പോലുള്ള ഒരു മണ്ഡലത്തിൽ വികസനം അതിനനുസൃതമായി ആ മണ്ഡലം അർഹിക്കുന്ന ഒരു വികസനം സാധ്യമാക്കാൻ പറ്റിയില്ല? 2 മുൻ മുഖ്യമന്ത്രിമാരെയാണ് തിരഞ്ഞെടുത്തയച്ചത്. എന്നിട്ടും മലമ്പുഴ എന്തുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു? സങ്കടമുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ, അതിൻ്റെ തുടർച്ചയാണ് ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആമുഖമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, മലമ്പുഴ മണ്ഡലം ഒട്ടനവധി പ്രഗത്ഭരെ സംഭാവന ചെയ്തിട്ടുള്ള നാടാണ്. ഇവിടെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ PV കുഞ്ഞിക്കണ്ണനെ സംഭാവന ചെയ്ത നാടാണ് മലമ്പുഴ, EK നയനാറിനെ സംഭാവന ചെയ്ത നാടാണ് മലമ്പുഴ, ശിവദാസ മേനോനെ സംഭാവന ചെയ്ത നാടാണ് മലമ്പുഴ, സഖാവ് VS അച്യുതാനന്ദനെ സംഭാവന ചെയ്ത നാടാണ് മലമ്പുഴ എന്ന് പറയുന്നത്. ആ മലമ്പുഴയിൽ അടിവരയിട്ട് പറയുന്നു, ഒരു വർഗീയ ശക്തികൾക്കും ഇടമില്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ ആമുഖത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവതാരകൻ തന്നെ ഇവിടെ ആമുഖമായി സൂചിപ്പിച്ചു 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനമെന്ന്. അംഗീകരിക്കാൻ എന്തോ ഒരു പ്രയാസം അവതാരകനുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ഒരു വിഷമവുമില്ല, നടന്നിട്ടുണ്ട് തന്നെ പറയും. നടന്നിട്ടുണ്ടെന്ന് തന്നെ പറയും, ഒരു വിഷമവുമില്ല. നടന്നിട്ടില്ലെങ്കിൽ ആ നടക്കാത്തതിന്റെ വിശദീകരണം പറയാൻ ഇവിടെ ബാധ്യസ്ഥരാണ് ഇടതുപക്ഷമെന്ന് അടിവരയിട്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 10 വർഷത്തെ തുടർച്ചയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞത് പാറശാല മുതൽ തുടങ്ങുമ്പോൾ വലിയ വലിയ കട്ട്ബോർഡുകളാണ് കണ്ടത് എന്ന് പറഞ്ഞു. വലിയ ബിൽബോർഡുകളാണ് കണ്ടത് എന്ന് പറഞ്ഞു. അത് ഈ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരന്, ഏറ്റവും പാവപ്പെട്ടവന് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ല ഈശ്വരി, അങ്ങനെ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ വികസനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ, ശതകോടിയുടെ, സഹസ്രകോടിയുടെ വികസനങ്ങൾ നടത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെ വികസനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമുണ്ടോ? വികസനം എന്തായാലും വോട്ടർമാർക്ക് അനുഭവവേദ്യമാകില്ലേ? അപ്പൊ ഇത്രയും കോടിക്കണക്കിന് രൂപ എന്തിനാ ചെലവഴിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തല മാത്രമേ കാണുന്നുള്ളൂ. അദ്ദേഹം മാത്രമായിരുന്നോ? മന്ത്രിസഭയെ മറ്റുള്ളവരും അല്ല. ഒന്ന് സംവാദം തുടങ്ങുന്നേ ഉള്ളൂ. അവതാരകൻ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലോടുകൂടി ഇവിടെ ഇടപെടരുത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തല മാത്രമേ അല്ല കാണും. ഞാൻ പറയാം, കേരളത്തിൽ നടപ്പിലാക്കിയ കഴിഞ്ഞ 10 വർഷം നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനം ഞാൻ പറയാം. ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 രൂപയാക്കിയ ഇടതുപക്ഷമാണ്. വീട്ടമ്മമാർക്ക് 1000 രൂപ പെൻഷൻ നടപ്പിലാക്കിയത് ഇടതുപക്ഷമാണ്. കോൺഗ്രസിന്റെ കാലത്ത് 40% സ്കൂളുകൾ, പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചപ്പോ 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിച്ചു. അതുമാത്രമല്ല പൊതുവിദ്യാലയങ്ങളിൽ ഇന്ന് 6.5 ലക്ഷത്തിലധികം വരുന്ന കുട്ടികൾ കൂടുതലായി ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ പൊതുവിദ്യാലയത്തെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കാത്തു സൂക്ഷിച്ചു. മറ്റൊരു ഏറ്റവും വലിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ, ഈ BJP-കാരന്റെ നേതാവ് പറഞ്ഞു 2016 കെ സുരേന്ദ്രൻ ഒരു പോസ്റ്റ് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയയിൽ. ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു: ദേശീയപാത നവീകരണം നടപ്പിലാക്കിയാൽ
ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പിലാക്കിയാൽ പിണറായി വിജയൻ ഇരട്ട ചങ്കനാണ് എന്ന് സമ്മതിക്കാമെന്നായിരുന്നു BJP-കാരന്റെ നേതാവ് പറഞ്ഞിരുന്നത്. എന്നാൽ അവരെല്ലാം ഉപേക്ഷിച്ചു പോയ പദ്ധതിയെല്ലാം അവസാനിച്ചുവെന്ന് കരുതിയിടത്തു നിന്ന് അസാധ്യമെന്ന് കരുതിയ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി നടപ്പിലാക്കിയത് ഇടതുപക്ഷമാണ്. ഗെയിൽ പൈപ്പിനെതിരെ ആരാ കൊടി പിടിച്ചത്? 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 നിങ്ങൾ ആരാ കൊടി പറയണം. ആരാ കൊടി പിടിച്ചതെന്ന് നിങ്ങൾ പറയണം. ആ പദ്ധതി നടപ്പിലാക്കിയതാണ് ഈ ഇടതുപക്ഷം. പവർ കട്ടില്ലാത്ത 10 വർഷം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് നടപ്പിലാക്കിയത് ഇടതുപക്ഷമാണ്. ഇതാ നിങ്ങൾ നോക്കൂ. കൊടി പിടിച്ചോ എന്നുള്ളത് യാഥാർത്ഥ്യമാണോ? അതൊരു വസ്തുതയാണോ? ഗെയിൽ പൈപ്പിനെതിരെ ആരാ കൊടി പിടിച്ചത്? നിങ്ങൾ പറയൂ. എന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ ചോദ്യത്തിന് ആൻസർ പറയാം. എന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ ചോദ്യത്തിന് ആൻസർ പറയാം. എന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ ചോദ്യത്തിന് ആൻസർ പറയാം. അതിന്റെ ഇടയിൽ കയറി ഇടപെടരുത്. അല്ല, ജനാധിപത്യ സംവാദമാണല്ലോ. അതിന്റെ ഇടയിൽ കയറി നിങ്ങൾ ഇവിടെ ചോദ്യം ചോദിക്കേണ്ടത്. നമുക്ക് പാലത്തിന് ഉത്തരം കിട്ടിയില്ല. മേൽപ്പാലത്തിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു ഈ കേരളത്തിൽ 10 വർഷം നടപ്പിലാക്കിയത്. ലൈഫ് പദ്ധതിയിലൂടെ 5 ലക്ഷം വരുന്ന ആളുകൾക്കാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷം ഗവൺമെന്റ് വീട് നൽകിയിട്ടുള്ളത്. അത് മാത്രമാണോ? 5 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്കാണ് പട്ടയം നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ ഇടതുപക്ഷത്തിനാണ് കേരളത്തിൽ വോട്ട് ചോദിക്കുന്നത്. തർക്കമൊന്നുമില്ല. മലമ്പുഴയിലേക്ക് വരാം. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഇവിടെ മറുപടി പറഞ്ഞു പോകാൻ തന്നെയാണ് ഇടതുപക്ഷം വന്നിരിക്കുന്നത്. ഒരു തർക്കവും ഒരു BJP-കാരനും ഒരു RSS-കാരനും ഒരു തർക്കവും വേണ്ട. എല്ലാ ചോദ്യങ്ങൾക്കും വിശദമായിട്ടുള്ള മറുപടി തന്നെ തരാം. ഈ മലമ്പുഴ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം മാത്രം 1172 കോടി രൂപയുടെ വികസനം നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ അകത്തേത്രയെ സംബന്ധിച്ച് അകത്തേത്ര അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമുള്ള നാടാണ്. ഇവിടെ പാലം എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. ഒരു മിനിറ്റ് പ്ലീസ് ഒരു മിനിറ്റ് ഈ അകത്തേത്രയിൽ സമാധാനത്തോടെ എനിക്ക് മറുപടി പറയട്ടെ. പാലം എന്താണ്? ഒരു മിനിറ്റ് പ്ലീസ് പ്രിയപ്പെട്ട അകത്തേത്രയിലൂടെ വരുമ്പോ അകത്തേത്ര സ്കൂളിനകത്ത് ഈ 5 വർഷത്തിനിടയിൽ 2 കോടി രൂപയുടെ വികസനം നടപ്പിലാക്കിയിട്ടുള്ളത്. ഉമ്മിനി സ്കൂളിലേക്ക് പോകുമ്പോ 1 കോടി രൂപയുടെ വികസനം നടപ്പിലാക്കിയിട്ടുള്ളത്. ആണ്ടിമടം കടുക്കാങ്കുന്നം റോഡിന് 3 കോടി രൂപയുടെ വികസനമാണ് ഈ മലമ്പുഴ മണ്ഡലത്തിലെ അകത്തേത്ര പ്രദേശത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. മേൽപ്പാലത്തിന്റെ കാര്യത്തിലേക്ക് വരാം. ഞാനിവിടെ ജനിച്ച് ജീവിക്കുന്ന ആളാ. മേൽപ്പാലത്തിന്റെ എല്ലാ പ്രയാസങ്ങളും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ അനുഭവിച്ചിട്ടുണ്ട്. 2016 സഖാവ് VS-ന്റെ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഈ മേൽപ്പാലം എന്ന് പറയുന്നത്. 2016 ഭരണപരിഷ്കാര ചെയർമാൻ കൂടിയായിട്ടുള്ള സഖാവ് VS അച്യുതാനന്ദൻ ആ വാഗ്ദാനം നടപ്പിലാക്കാൻ ഈ അകത്തേത്രയിലെ മലമ്പുഴയിലെ പറഞ്ഞ വാക്ക് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഈ മേൽപ്പാലത്തിനു വേണ്ടി, അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആദ്യ ബഡ്ജറ്റിനകത്ത് 39 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കുക. റെയിൽവേയുടെ പാലം നിർമ്മിക്കേണ്ടത് റെയിൽവേയാണ്. ആ റെയിൽവേ ആരുടെ കീഴിലാണെന്നുള്ളത് നിങ്ങൾ ചോദിക്കണം മറ്റുള്ള ആളുകളോട്.